നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് CPM എം സ്വരാജ് LDFിന്റെ സ്ഥാനാർത്ഥി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം പ്രഖ്യാപിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന് നാന്ദി കുറിക്കുന്ന പോരാട്ടമാകും നിലമ്പൂരിലേതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഈ പോരാട്ടത്തിന്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന 2026 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന് നാന്ദി കുറിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിൽ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ CPIMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം LDFന് CPIMനുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നാന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും. പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ നേരത്തെ ആലോചിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ തീരുമാനം M സ്വരാജിലേക്ക് എത്തുകയായിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് CPM തയ്യാറെടുത്തിരിക്കുന്നത്. ഇക്കാര്യം MV ഗോവിന്ദൻ പറയുകയും ചെയ്തു. രാഷ്ട്രീയമായ പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്ന്. പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ നിലമ്പൂരിൽ പാർട്ടി അണികൾ പ്രകടനം നടത്തി. ആവേശോജ്വലമായ സ്വീകരണം നൽകാൻ ഒരുങ്ങുകയാണ് M സ്വരാജിന് പാർട്ടി അണികൾ. നിലമ്പൂരിൽ പ്രകടനം നടത്തുകയായിരുന്നു CPM പ്രവർത്തകർ. സ്വരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തികഞ്ഞ വിജയ പ്രതീക്ഷയാണ് ഉള്ളത് എന്നാണ്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന CPM ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം PV അൻവറിന്റെ നീക്കം കൂടിയാണല്ലോ. അൻവർ UDF ക്യാമ്പിൽ ഇതുവരെ എത്താത്തത് അത് ആയുധമാക്കി എടുത്തിട്ടില്ലേ ഇപ്പോൾ CPM? അതുകൊണ്ട് തന്നെയല്ലേ പൊതു സ്വതന്ത്രൻ എന്ന ആലോചനയിൽ നിന്ന് M സ്വരാജിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിയത്? ഇന്നലെ മുതൽ സസ്പെൻസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം, ഒരു ഹെവി വെയിറ്റായ സസ്പെൻസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസവും പ്രതികരണമാണ് CPM നേതാക്കൾ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നൽകിയിരുന്നത്. ആ സസ്പെൻസും ഹെവി വെയിറ്റും M സ്വരാജാണ്. ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാം, CPMന് ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥി M സ്വരാജ് തന്നെയാണ്. നിലമ്പൂർകാരനാണ്, നിലമ്പൂർ സ്വദേശിയാണ്. CPMന്റെ യുവനിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. സംഘടനാ തലത്തിൽ സംസ്ഥാനത്തെ CPMന്റെ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അത്തരമൊരു സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്കൊരു മികച്ച സ്ഥാനാർത്ഥിയെ CPMന് അവിടെ പ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM ഏറ്റെടുക്കുന്നത് സമീപകാലത്ത് അവർ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പരീക്ഷണം കൂടിയാണ് M സ്വരാജിലൂടെ. M സ്വരാജിനെ വിജയിപ്പിക്കാനായാൽ, നിലമ്പൂർ നിലനിർത്താനായാൽ CPMന് അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ നൽകുന്ന ഊർജ്ജം ചെറുതാകില്ല. ഇനി പരാജയപ്പെട്ടാൽ പോലും ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തി എന്ന ഒരു ആത്മവിശ്വാസവും അത്തരമൊരു വിശ്വാസവും CPMന് നിലനിർത്താനുമാകും. ഏതായാലും നമ്മളിപ്പോൾ നിലമ്പൂരിൽ കണ്ടതാണ് M സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ഉടൻ CPM അണികളുടെ ഒരു ആവേശം. അവർ അത്തരമൊരു രാഷ്ട്രീയ പോരാട്ടം അക്ഷരാർത്ഥത്തിൽ ആഗ്രഹിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാണ്. സ്വരാജ് വരുന്നതോടുകൂടി നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം
മാറി മറിയുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യുവ നേതാക്കൾ പോലും വെല്ലുവിളിച്ചത് എന്തുകൊണ്ട് കുഞ്ഞാലിയുടെ മണ്ണിൽ ഒരു CPM സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ അവതരിപ്പിക്കാൻ ധൈര്യപ്പെടുന്നില്ല, ധൈര്യമുണ്ടെങ്കിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് വെല്ലുവിളി ഉണ്ടായിരുന്നു. ഏതായാലും ആ വെല്ലുവിളി കൂടി CPM ഏറ്റെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്ര എളുപ്പമല്ല സ്വരാജിന് അവിടെ ജയിച്ചു വരാൻ. CPMന്റെ ഇടത് മുന്നണിയുടെ വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കാവുന്ന ഒരു നിയമസഭാ മണ്ഡലമല്ല നിലമ്പൂർ. തീർച്ചയായും CPMന് വലിയ രാഷ്ട്രീയ അടിത്തറയുള്ള വിപ്ലവ ഓർമ്മകളുള്ള മണ്ണുകൂടിയാണ് നിലമ്പൂർ. പക്ഷേ അവിടെ ജയിക്കണമെങ്കിൽ CPMന്റെ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ വോട്ടുകൾ മാത്രം പോരാ, മുന്നണിക്ക് പുറത്തുള്ള വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ, മതേതര വോട്ടുകൾ കൂടി വരണം. എം സ്വരാജിനെ CPM മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർ ഒരുപക്ഷെ ഏറ്റവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന ഒരു കാര്യം ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ നിലമ്പൂർ മണ്ഡലത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് ന്യൂനപക്ഷ വോട്ടുകളുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ അവിടെ നിർണായകമാണ് ഓരോ വോട്ടും. എം സ്വരാജ് എന്ന CPMന്റെ നേതാവ് പലപ്പോഴും ഈ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കേന്ദ്ര നീക്കങ്ങളോ അല്ലെങ്കിൽ BJP നീക്കങ്ങളോ വരുമ്പോൾ എടുക്കുന്ന നിലപാടുകൾ വളരെ പെട്ടെന്ന് അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു നേതാവെന്ന ഒരു ഇമേജ് എം സ്വരാജിന് പാർട്ടി ശത്രുക്കൾക്കിടയിൽ പോലും ഉണ്ട്. അതൊരു പക്ഷേ ഗുണം ചെയ്തേക്കാം എന്നൊരു പ്രതീക്ഷ കൂടി CPM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് എം സ്വരാജ് എന്ന നേതാവിനെ നിലമ്പൂരിൽ CPM ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറക്കി വിടുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ മറ്റു ഉപതെരഞ്ഞെടുപ്പുകളെ പോലെയല്ല, CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് സിറ്റിംഗ് MLA അപ്പുറത്തേക്ക് പോയതെന്ന് മാറ്റി നിർത്തിയാൽ പോലും സിറ്റിംഗ് സീറ്റാണ് CPMന്റെ നിലമ്പൂരിൽ. അത് നിലനിർത്തുക വലിയ വെല്ലുവിളിയാണ് CPMന് മുന്നിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉള്ളത്. അത് നിലനിർത്താനായാൽ അസാധാരണമായ ഒരു ആത്മവിശ്വാസം CPMനും സർക്കാരിനും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത്തരമൊരു വെല്ലുവിളി ഏറ്റെടുത്താണ് CPM എം സ്വരാജിനെ. സ്വരാജ് സ്ഥാനാർത്ഥിയായതോടുകൂടി ഒരു കാര്യം വ്യക്തമാവുകയാണല്ലോ അരുൺ, പാർട്ടി സംവിധാനം മുഴുവനായി നിലമ്പൂരിൽ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. ഒരു പൊതുസ്വതന്ത്രനായിരുന്നുവെങ്കിൽ രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിന് CPM തയ്യാറല്ല എന്ന രീതിയിലുള്ള ഒരു ഇമേജായി മാറുമായിരുന്നു. പക്ഷേ ഇനി പാർട്ടി സംവിധാനം പൂർണ്ണമായും നിലമ്പൂരിലേക്ക് വരികയാണല്ലോ. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പലതവണ MV ഗോവിന്ദൻ എടുത്തു പറയുകയും ചെയ്തു രാഷ്ട്രീയ പോരാട്ടം എന്ന്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ 1-ാം തീയതി കോടതിപ്പടിയിൽ CPMന്റെ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. റോഡ് ഷോ ഉണ്ടാകും. സ്വരാജ് നാളെ അദ്ദേഹം നിലമ്പൂരിലെത്തും. അവിടെ വലിയ റോഡ് ഷോയാണ് CPM നേതൃത്വം, ഇടതുമുന്നണി നേതൃത്വം പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടമായി തന്നെ CPM ഇതിനെ കാണുകയാണ്. നമുക്കറിയാം, അതാണ് ഇന്നത്തെ സൂചിപ്പിച്ചത്, ഇടത് വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കാവുന്ന ഒരു മണ്ഡലമല്ല. അവിടെ മറ്റു വോട്ടുകൾ കൂടി ആകർഷിക്കാൻ സ്വരാജിന് കഴിയും. നേരത്തെ മഞ്ജു സൂചിപ്പിച്ച PV അൻവർ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം, UDFിലേക്ക് LDFിൽ നിറങ്ങുകയും UDFിലേക്ക് എത്താതിരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ അൻവരെ UDF അനുനയിപ്പിച്ചാൽ പോലും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞു. അത് കൂടുതൽ മൂർച്ഛിക്കുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. അൻവർ വലിയ വിഷമത്തിലാണിപ്പോൾ, വലിയ നാണക്കേടിലാണിപ്പോൾ. ദയാവധത്തിന് വിട്ടുകൊടുത്ത് വസ്ത്രാക്ഷേപം ചെയ്ത് മുഖത്ത് ചെളിവാരി എറിഞ്ഞുവെന്ന ഫീൽ അൻവറിനുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ എത്രത്തോളം പൂർണ്ണ മനസ്സോടുകൂടി UDFിനൊപ്പം നിൽക്കുമെന്ന സംശയമുണ്ട്. അൻവർ അങ്ങനെ നിന്നില്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം അനുകൂല ഘടകമായി മാറുമെന്ന് തന്നെയാണ് CPMന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് CPM അത്തരമൊരു പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. ഇനി അൻവർ UDFുമായി ചേർന്ന് പോയാലും മറ്റ് ഘടകങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകും. BJPയുടെ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ചില വോട്ടുകൾ ആ രീതിയിലും എല്ലാ തരത്തിലുള്ള വോട്ടുകളും തങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയായാണ് എം സ്വരാജിനെ CPM അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. CPMന്റെ സംഘടനാ മെഷീനറി ഒന്നടങ്കം അവിടെ നിൽക്കും. മുഖ്യമന്ത്രി പക്ഷേ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. MV ഗോവിന്ദൻ അടക്കമുള്ള CPMന്റെ സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, പാർട്ടി സംവിധാനം നിലമ്പൂരിൽ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി അണികൾക്കും ആവേശമായി മാറിയിരിക്കുകയാണ്. അതേസമയം കിരൺ ബാബു, PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ രണ്ട് ഘടകവും ഒരുമിച്ച് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണല്ലോ എം സ്വരാജിന്റെ ഈ സ്ഥാനാർത്ഥിത്വം വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അൻവറെ കുറിച്ചുള്ള ചോദ്യത്തിന് സ്വരാജിന്റെ പ്രതികരണം അത് അളന്നു മുറിച്ചുള്ള പ്രതികരണമായിരുന്നു. അവിടെ അൻവറിനെതിരെ ഒരു വാക്ക് പോലും എം സ്വരാജ് മിണ്ടിയിട്ടില്ല. അതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണല്ലോ. മറ്റൊരു കാര്യമുള്ളത്, എന്തുകൊണ്ട് എം സ്വരാജിനെ നിലമ്പൂരിൽ ഇറക്കാൻ CPM തീരുമാനിച്ചു? അത് രാഷ്ട്രീയമായി എത്രത്തോളം ഗുണം ചെയ്യും CPMന്?
ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് CPM ഇതിനെ കാണുന്നത്. കാരണം നിലമ്പൂരിൽ CPM-നെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് PV അൻവർ ഇറങ്ങിപ്പോയത്. അങ്ങനെ ഒരു സ്ഥലത്ത് സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളും സിറ്റിംഗ് സീറ്റുകളിൽ അതാത് മുന്നണിയുടെ UDF-ന്റെ സിറ്റിംഗ് സീറ്റുകളിൽ UDF-ഉം LDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ LDF-ഉമാണ് ജയിച്ചത്. 3 ജയിച്ചത് UDF ആണ്, ഒരിടത്ത് ജയിച്ചത് LDF ആണ്. ഇത് 4 സീറ്റുകളും ഈ 2 മുന്നണികളുടെയും സിറ്റിംഗ് സീറ്റുകളായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണി കണക്കിൽ ആർക്കെങ്കിലും മേൽക്കൈ അവകാശപ്പെടില്ല. പക്ഷേ ഇവിടെ ഈ സിറ്റിംഗ് സീറ്റ് നിലനിർത്തേണ്ടത് LDF-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. അൻവർ മറുപക്ഷത്ത് നിന്നാലും നിലനിർത്തണം. അവിടെയാണ് അവർ വിവിധ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയൊക്കെ പരീക്ഷിച്ചത്. അൻവറിനെ അടക്കം അത്തരം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണത്തിലൂടെയായിരുന്നു അൻവറിനെ അടക്കം കൊണ്ടുവന്നത്. അത്തരം പരീക്ഷണങ്ങൾ പലത് ആലോചിച്ചെങ്കിലും അതിലൊക്കെ അപ്പുറത്തേക്ക് പാർട്ടിയുടെ മിഷണറി പൂർണ്ണമായും വർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളെയും ആളുകളെയും ഒക്കെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവിനെ തന്നെ അവതരിപ്പിക്കണം. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M. സ്വരാജാണ്. M. സ്വരാജ് വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടി മിഷണറി എല്ലാം മറ്റേത് സ്ഥാനാർത്ഥി വരുന്നതിനേക്കാളും അതിശക്തമായ രീതിയിലേക്ക് ആര് വന്നാലും വർക്ക് ചെയ്യും എന്നൊക്കെ പറയുന്നത് പോലെയല്ല പാർട്ടിയുടെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരുന്നത്. സെക്രട്ടേറിയറ്റ് അംഗം വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടിക്ക് ആ ഒരു ഊർജ്ജമുണ്ടാവും. പ്രത്യേകിച്ച് പാർട്ടി അണികളെ സംബന്ധിച്ച് പാർട്ടി ചിഹ്നത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്നു എന്നത് അതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറും. അതോടൊപ്പം തന്നെ M. സ്വരാജ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന പോത്തുകൽ സ്വദേശിയാണ്. നിലമ്പൂരിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാന നേതാവ്, യുവ നേതാവ് ഉള്ളപ്പോൾ ആ യുവ നേതാവ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയും മറ്റൊരാളെ ഒരു സ്വതന്ത്രനെ നിയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും CPM അത്തരം ഒരു രാഷ്ട്രീയ മത്സരത്തിന് തയ്യാറെടുക്കുന്നില്ല. അത് ഒരു പരാജയം പ്രതീക്ഷിച്ചുകൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്തരം ചോദ്യങ്ങളുടെ കൂടി മുന ഒടിക്കുന്നതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട അംഗം തന്നെ അവിടെ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ച് CPM-ലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് M. സ്വരാജ് തന്നെയാണ്. അങ്ങനെ ഒരു നേതാവിനെ മാറ്റി നിർത്തി മറ്റാരെ വന്നാലും എന്തുകൊണ്ട് M. സ്വരാജ് മത്സരിക്കാൻ തയ്യാറായില്ല എന്നുള്ള ചോദ്യം വരും. ഇപ്പോൾ തന്നെ നിലവിൽ കോൺഗ്രസിന്റെ പല നേതാക്കളും അത്തരം ഒരു ചോദ്യമൊക്കെ ഉന്നയിച്ചിരുന്നു. സ്വരാജ് എന്തുകൊണ്ടാണ് ഇവിടെ മത്സരിക്കാൻ തയ്യാറാവാത്തത് എന്നുള്ള ചോദ്യമൊക്കെ ഉന്നയിച്ചിരുന്നു. അത് ഒരു ഘടകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഫുൾ പാർട്ടി മിഷൻ താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെ ആ തരത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. M. സ്വരാജിനോട് ഈ മത്സരിക്കുന്നത് PV അൻവറിനെതിരെ അല്ലേ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹവുമായി നല്ല ബന്ധമാണ്, നിങ്ങൾ ഈ പറയുന്ന ആളുമായിട്ടൊക്കെ നല്ല ബന്ധമാണുള്ളത്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്, നിലപാടുകൾ തമ്മിലുള്ള പോരാട്ടമാണെന്നാണ് പറയുന്നത്. മറിച്ച് PV അൻവറിനോട് PV അൻവർ ഇത് പിണറായിക്കെതിരെയുള്ള വിധിയെഴുത്താണ് എന്നൊക്കെ പറയുമ്പോഴും സ്ഥാനാർത്ഥികളിൽ M. സ്വരാജാണോ ആര്യാടൻ ഷൗക്കത്താണോ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞു മാറുകയും അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ലേ എന്ന് പറയുകയും ചെയ്യുന്നു. അവിടെ ശരിയാണ്. വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് രണ്ടുപേരുടെയും പ്രതികരണത്തിൽ നിന്ന് കിട്ടുന്നത്. രണ്ടുപേരുടെയും പ്രതികരണം, അൻവറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സ്വരാജിന്റെയും, സ്വരാജിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അൻവറിന്റെയും പ്രതികരണം കേൾക്കാം. അല്ല, അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കാണണ്ട. ഇപ്പോ ശ്രീ അൻവറിന്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു. പക്ഷെ ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല. ഞാനിപ്പോഴും അദ്ദേഹത്തെ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതിൽ കോൺഗ്രസ് ആണ്, അതിന്റെ നേതാക്കന്മാർക്കാണ് വലിയ പങ്കുള്ളത്. അപ്പൊ അതെല്ലാം ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ LDF-ഉം CPI-എമ്മും ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. PV അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞാനും അവിടെ പോയിട്ടുണ്ട്. M. സ്വരാജിനെ പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത് എന്തുണ്ടാക്കുന്നത്? അത് എന്താ പാർട്ടിക്കെല്ലാം അറിയുള്ളൂ. എന്നോട് ചോദിച്ചിട്ട് അല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല സ്ഥാനാർത്ഥിയാണ് അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. അത് നല്ലതാണോ കെട്ടതാണോ എന്ന് അറിയാം. 23-ാം തീയതി ഇതാണ് രണ്ടുപേരുടെയും പ്രതികരണം. അതുമാത്രമല്ല, M. സ്വരാജിനെ പ്രഖ്യാപിച്ച ഉടൻ തന്നെ നിലമ്പൂരിൽ വലിയ ആവേശമാണ് പാർട്ടി അണികളുടെ ഭാഗത്ത് നിന്ന് കാണാനായത്. CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, നിലമ്പൂരിലെ പാർട്ടി അണികൾ ഒരു പൊതു സ്വതന്ത്രൻ വന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നത്, രഹസ്യമായിട്ടാണെങ്കിലും. ഇപ്പോൾ വലിയ ആവേശമല്ലേ നിലമ്പൂരിൽ കാണാനാകുന്നത്, സ്വരാജാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞത് മുതൽ? നിലമ്പൂരിനെ സംബന്ധിച്ച് 2006 ശേഷം ആദ്യമായിട്ടാണ് പാർട്ടി ചിഹ്നത്തിൽ നിയമസഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. അതുതന്നെ ഈ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. 2006 ശ്രീരാമകൃഷ്ണനാണ് ഏറ്റവും അവസാനമായിട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത്. ഇക്കുറി ഈ നിലമ്പൂർ നിലനിർത്തുവാൻ പാർട്ടി ചിഹ്നത്തിൽ തന്നെ M. സ്വരാജ് വരുമ്പോൾ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുണ്ട്, വലിയ ആവേശമുണ്ട്. കാരണം നിലമ്പൂർ സ്വദേശിയാണ് M. സ്വരാജ്, പാർട്ടിയിലെ മുതിർന്ന അംഗമാണ്. മാത്രമല്ല, പാർട്ടിയുടെ എല്ലാ മിഷണറികളും നിലമ്പൂർ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ അത് പാർട്ടിയുടെ താഴെത്തട്ടിലേക്ക് നൽകുന്ന ഒരു ഊർജ്ജമുണ്ട്. അനുഭാവികളെ പോലും ഇതിനൊപ്പം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നേരത്തെ തന്നെ PV അൻവർ ലക്ഷ്യം വെച്ച വോട്ടുകൾ ഇനി അത് ചോരാതെ കൃത്യമായി LDF-ന്റെ പെട്ടിയിലേക്ക് തന്നെ വീഴ്ത്തുവാൻ സ്വരാജിന്റെ പ്രവർത്തനം കൊണ്ട് സാധിക്കുമെന്നാണ്
വിലയിരുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റ് പല ആലോചനകൾ നടത്തിയെങ്കിൽ പോലും സ്വരാജ് ആണ് ഈ ഒരു ഘട്ടത്തിൽ പാർട്ടിയെ അവിടെ നയിക്കുവാൻ അല്ലെങ്കിൽ ഈ സീറ്റ് നിലനിർത്തുവാൻ ഏറ്റവും യോഗ്യനെന്ന് മുന്നണി തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ആ മേഖലയിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വരാജിന് വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തൽ തന്നെയാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് രാവിലെ PV അൻവർ UDFുമായുള്ള ബന്ധം അത് മയപ്പെടുത്തുന്ന സാഹചര്യം വന്നപ്പോൾ തന്നെ പാർട്ടി ഇവിടെ ശക്തമായ ഒരു മത്സരം പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൊതു സ്വതന്ത്രർ എന്ന ചർച്ചയിൽ നിന്ന് സ്വരാജിലേക്ക് ഈ ഒരു ഫോക്കസ് തന്നെ മാറുന്നതും. ഏറ്റവും ശക്തമായ മത്സരം നിലമ്പൂരിൽ നടക്കുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്വരാജിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നതും. പാർട്ടി പ്രവർത്തകർ ഈ ഒരൊറ്റ കാര്യം കൊണ്ട്, അതായത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുമ്പോൾ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ പാർട്ടി വോട്ടുകൾ കൂടുതൽ ലഭിക്കുവാൻ അപ്പോൾ അത് സ്വരാജിന്റെ സാന്നിധ്യത്തിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിയാണ് അനുമോദ്. പക്ഷേ PV അൻവറുടെ കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. അൻവർ ഇപ്പോഴും പറയുന്നുണ്ട് മത്സരിക്കുമെന്ന്. പക്ഷേ രാവിലെ അദ്ദേഹം വാർത്താ സമ്മേളനം മാറ്റിവെക്കുകയായിരുന്നു. അതിന്റെ അർത്ഥം UDFുമായി ഒരു ധാരണയിലേക്ക് അൻവർ വരുന്നു എന്നതാണെന്ന് ആ രീതിയിൽ തന്നെ കാണാവുന്നതാണ്. മാന്യമായ ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നു എന്നാണ് PV അൻവർ പ്രതികരിച്ചത്. അതിനാലാണ് ഒരു പകൽ കൂടി കാത്തിരിക്കാൻ, ഇന്നത്തെ പകൽ കൂടി കാത്തിരിക്കുവാൻ അൻവർ തീരുമാനിച്ചിരിക്കുന്നു. അൻവറിന്റെ രാവിലത്തെ പ്രതികരണം കേൾക്കാം. ചില കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളോട് പറയേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിരുന്നത്. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട UDFിന്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ, ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങളിപ്പോൾ അത് ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു പകൽ കൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അതിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ് ഇവരുടെ ഇടയിൽ. അപ്പം അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റിവെക്കുകയാണ്. ഇതാണ് PV അൻവറിന്റെ രാവിലത്തെ പ്രതികരണം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അതിനിടയിലാണ് ഒരു പകൽ കൂടി കാത്തിരിക്കുവാനുള്ള നിർദ്ദേശം UDFിൽ നിന്ന് ഉണ്ടായത്, ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അനുമോദ്, ഇന്ന് വൈകിട്ടാണല്ലോ UDFിന്റെ യോഗം ചേരുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ലീഗ് ഇടപെട്ട് ഇപ്പോഴും അൻവറുമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അൻവർ അയയുന്ന ഒരു സൂചനയാണോ കാണുന്നത്? ഒരു അസോസിയേറ്റ് അംഗം എന്ന നിലയിലുള്ള ഒരു ഉറപ്പ് കിട്ടിയാൽ അൻവർ മത്സരിക്കില്ല, UDFിനോടൊപ്പം ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകി പ്രവർത്തിക്കും. ഇത് തന്നെയല്ലേ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം, ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന അന്തരീക്ഷം? നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അസോസിയേറ്റ് അംഗത്വം എന്ന ആവശ്യം അത് UDF അംഗീകരിക്കുമെന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് സാമുദായിക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് UDF നേതാക്കൾ മേൽ സമ്മർദ്ദമുണ്ടായിരുന്ന തരത്തിലുള്ള സൂചനകളും വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രശ്നം ഇത്രത്തോളം വഷളാക്കി കൊണ്ടുപോകുന്നത് എല്ലാ അർത്ഥത്തിലും ദോഷം ചെയ്യുമെന്ന് സാമുദായിക നേതാക്കൾ കൂടി UDF നേതാക്കളെ അറിയിക്കുകയും തുടർന്ന് VD സതീശൻ നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു സമവായത്തിനുള്ള ആലോചന തുടങ്ങിയെന്ന തരത്തിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. മുസ്ലിം ലീഗാണ് അൻവറിനെ വിളിച്ച് ഇക്കാര്യത്തിൽ ഒരു പകൽ കൂടി കാത്തിരിക്കാനുള്ള നിർദ്ദേശം നൽകുന്നത്. അങ്ങനെ UDFിന്റെ ഭാഗത്തു നിന്നും അൻവറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ചേരുന്ന UDF യോഗത്തിൽ ഇത് തന്നെയായിരിക്കും മുഖ്യമായിട്ടും ചർച്ചയാവുക. ഇന്ന് യോഗം വിളിച്ചു ചേർക്കുന്നതിന് ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ചേരുന്ന UDF യോഗത്തിൽ അൻവറിനെ പരിഗണിച്ചുകൊണ്ട്, അൻവറിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്, അൻവറിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടാകും. അതിനുശേഷം തന്റെ നിലപാട് പ്രഖ്യാപിക്കാമെന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. വൈകുന്നേരം 7 മണിക്ക് ചേരുന്ന UDF യോഗത്തിന് ശേഷമാകും അൻവർ തന്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുക. എന്ത് ഫോർമുല വെച്ചായിരിക്കും അൻവറിനെ UDF കൂടെ നിർത്തുന്നത്
നടത്തുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ അസോസിയേറ്റ് അംഗം എന്ന ആ വാക്ക്, അത് അൻവറിന് നൽകിയ വാക്ക് പാലിക്കും എന്ന തരത്തിൽ തന്നെയാണ് UDF-ൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റ് ആവശ്യങ്ങൾ, അതായത് സീറ്റ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഘടകകക്ഷിയാക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ന് തീരുമാനം ഉണ്ടായേക്കില്ല. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അൻവറിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് UDF എത്തിച്ചേരുന്നത്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തീരുമാനം ഇന്നുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. മുഖ്യമന്ത്രി കറിവേപ്പില എന്ന് വിളിച്ചതിന് മറുപടിയുമായി PV അൻവർ. കറിവേപ്പില കഴിക്കുന്നയാളാണെന്നും കറിവേപ്പില പോഷക ഗുണമുള്ള ആഹാരമാണെന്നുമായിരുന്നു അൻവറിന്റെ മറുപടി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്, കറിവേപ്പില എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കാണ്. അത് ഭയങ്കരമായിട്ട് രുചി ഉണ്ടാക്കും. നമ്മളൊക്കെ കറിയിൽ ഉപയോഗിക്കുന്നതാണല്ലോ. ഏത് കറിക്കും അത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ വലിയ പോഷക ഗുണമുള്ള സാധനം കൂടിയാണ് കറിവേപ്പില. ആ കറിവേപ്പിലയെ പോലെ തന്നെ ആക്കിയെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, അതിൽ ചെറിയൊരു വസ്തുത ഉണ്ടല്ലോ. വസ്തുത ഇല്ല എന്ന് പറയും. ഇപ്പോഴത്തെ എൻ്റെ പൊസിഷൻ ഏകദേശം കറിവേപ്പിലയാണല്ലോ. എല്ലാ പോഷക ഗുണങ്ങളും മുക്കി. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. ഇന്റലിജന്റായ പുതുതലമുറ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ട മലയോര കർഷകരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന വന്യജീവി ശല്യം നിലമ്പൂരിലെ പ്രധാന പ്രചാരണ വിഷയങ്ങളിൽ ഒന്നാണ്. വിഷയത്തിൽ പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ കേന്ദ്ര നിയമങ്ങളെയാണ് സംസ്ഥാനം പഴി പറയുന്നത്. ഏറ്റവും ഒടുവിൽ ജനജീവിതത്തിന് ശല്യമാവുന്ന മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ അനുമതി തേടിയിരുന്നു. വിഷയത്തിൽ നിലമ്പൂരിലെ വോട്ടർമാരുടെ പ്രതികരണങ്ങളിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയങ്ങളിലൊന്ന് വലിയ വന്യമൃഗശല്യം പല ജനവാസ മേഖലകളും നേരിടുന്നു എന്നത് തന്നെയാണ്. ആ വിഷയത്തെ ചൊല്ലി ഏറെ നാളായി പരസ്പരമുള്ള വാഗ്വാദങ്ങളും പോർവിളികളും മുഴങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു. ഈ മണ്ഡലത്തിൽ ഏറ്റവും അധികം വന്യജീവി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിലൊന്നായ നെല്ലിക്കുത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഈ വന്യമൃഗശല്യം ബാധിച്ചത്? വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ മൃഗങ്ങളും ഇങ്ങോട്ട് ഇറങ്ങും. ആനയാണെങ്കിലും ഇവിടുന്ന് വിട്ടുമാറുന്നില്ല. വലിയ ശല്യം ഇവിടെ കൃഷി ഇറക്കാണ്. ഓരോ കൃഷി മാറി മാറി ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഡബ്ബറാണ് ലാസ്റ്റ് ഇത് ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. അപ്പൊ അതും നശിപ്പിച്ചിട്ട് എല്ലാ കർഷകരും ഈ സൈഡ് വനം എവിടെയുണ്ടോ വനത്തിന്റെ ആ സൈഡിലെ അതൊക്കെ നശിപ്പിക്കും. രാത്രി ആന, പന്നി ജനങ്ങൾക്ക് ഇറങ്ങി അടക്കാൻ കഴിയില്ല. നമ്മളിതിന് ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞതും അതിനെതിരെ ഒരുപാട് പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും നടത്തിയാണ്. പക്ഷെ നമുക്ക് അതിന്റെ ഒന്നൊരു ഫലം ഇതുവരെ നമുക്ക് കണ്ടിട്ടില്ല. ഇവിടുത്തെ ഒരു പ്രധാന വിഷയം തന്നെയാണ് നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. തെരഞ്ഞെടുപ്പല്ല ഇതിപ്പോ, തെരഞ്ഞെടുപ്പല്ല മെയിൻ ഇത്. തെരഞ്ഞെടുപ്പിന്റെ ഇതല്ലെങ്കിലും ജനങ്ങളുടെ അവസ്ഥ ഇതാണ്. സർക്കാർ ഇന്നലെ മന്ത്രിസഭ ചേർന്ന് തീരുമാനിച്ച് കേന്ദ്രത്തിന് കത്തയക്കുന്നു. അതായത് ഈ ശല്യക്കാരായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട്. അത് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു അത് നടക്കുന്നുള്ളത് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രി പലതും പറയുന്നുണ്ട്, അതൊന്നും നടക്കണില്ലല്ലോ. ഈ ഇലക്ഷൻ പ്രമാണിച്ചിങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ചാനലുകാർ വരും, ഓരോന്ന് ചോദിക്കും, അത് പറയും. ആ ഇലക്ഷൻ കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞു. മന്ത്രിസഭയുടെ പുതിയ തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം.
വന്യജീവി ശല്യം UDF പ്രചാരണ വിഷയമാക്കുകയാണ്. കരുവാരക്കുണ്ടിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിലകപ്പെട്ട പുലിയെ നെടുങ്കയം കാട്ടിൽ തുറന്നു വിടരുന്നതാണ് UDFന്റെ ആവശ്യം. പുലിയെ മൃഗശാലയിലേക്ക് മാറ്റണമെന്ന് വനം മന്ത്രിയോട് ആവശ്യപ്പെട്ടതായി AP അനിൽകുമാർ പറഞ്ഞു. കടുവ അവിടെ തൊട്ടടുത്ത് തന്നെ 3 ദിവസങ്ങളിലായി വനംവകുപ്പിന്റെ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. കടുവ അവിടെ സ്വൈരവാരം നടത്തുന്നു. ഇപ്പോൾ പുലി കൂടി അവിടെ ഉണ്ട് എന്ന് പറയുന്നു. കടുവയ്ക്ക് വേണ്ടിയുള്ള ഈ ഓപ്പറേഷൻ വളരെ വിപുലമായിക്കൊണ്ട് ആ പ്രദേശത്തുള്ള കടുവയായാലും പുലിയായാലും ഒക്കെ തന്നെ പിടിക്കാനുള്ള ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഈ കൂട്ടിലകപ്പെട്ട പുലിയെ നെടുങ്കയത്ത് കൊണ്ടുവിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. നെടുങ്കയത്തെ കരുളായി വനത്തിൽ കൊണ്ട് വിടുകയാണ് എന്നാണ് പറയുന്നത്. മഞ്ചേരിയിൽ നിന്ന് പിടിച്ച പുലിയെ നെടുങ്കയത്താണ് കൊണ്ടുവിട്ടത്. ആ പുലിയാണോ ഇവിടെ വന്ന പുലിയെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം വനം വകുപ്പിനെ ഇതൊക്കെ നന്നായിട്ട് അറിയുമ്പോഴും പിടിച്ച പുലിയെ വീണ്ടും തൊട്ടടുത്തുള്ള കാടുകളിൽ കൊണ്ടുവിടാനുള്ള തീരുമാനം വനം വകുപ്പ് ഉപേക്ഷിക്കണം. മനുഷ്യനെ കടിച്ചു കൊല്ലുന്ന പുലി എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ വെടിവെച്ച് കൊല്ലാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ വെറും വാക്ക് പറയുകയല്ല, അത് പ്രായോഗികമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഞങ്ങൾ ജീവനോടെ ഇത്തരം വന്യമൃഗങ്ങളെ പിടികൂടരുത് എന്ന് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്. കേരള എസ്റ്റേറ്റിന്റെ C1 ഡിവിഷനിൽ സ്ഥാപിച്ച കൂട്ടിലായിരുന്നു പുലി കുടുങ്ങിയത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയ്ക്ക് വെച്ച കാട്ടിൽ പുലി കുടുങ്ങി. കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. അസീസി സ്കൂളിന് സമീപം ഗ്രീൻ ഗാർഡനിലാണ് ഒറ്റയാൻ എത്തിയത്. സിബു എന്ന കർഷകന്റെ വീടിന്റെ മതിൽ കാട്ടാന തകർത്തു. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. കനത്ത മഴയിലും ഇടുക്കി ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം. അടിമാലി വാളറയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനയെത്തി. ഇന്നലെ രാത്രി പള്ളിപ്പടിയിൽ റൈജുവിന്റെ വീട് മുറ്റത്താണ് കാട്ടുകൊമ്പനെത്തിയത്. വീട്ടുകാർ ഉണർന്ന് ആനയെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും പുലർച്ചെയാണ് തിരികെ കാട് കയറിയത്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം അനുശ്രീ ചേരും.